അസ്സലാമു അലൈക്കും. ഉഹദ് യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അമ്പയത്തിൽ വിദഗ്ധരായ 50 സ്വഹാബികളെ കുന്നിന് മുകളിൽ പ്രത്യേക പൊസിഷനിൽ നിർത്തിയിട്ട് പറഞ്ഞു, യുദ്ധം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ നിൽക്കണം. യുദ്ധത്തിന്റെ റിസൾട്ട് നമുക്ക് അനുകൂലമായാലും പ്രതികൂലമായാലും എൻ്റെ അനുമതി കൂടാതെ നിങ്ങൾ അവിടെ നിന്ന് മാറാൻ പാടില്ല. യുദ്ധം സ്റ്റാർട്ട് ചെയ്തു. കൊടുമ്പിരി കൊണ്ടു. മക്ക മുശ്രിക്കുകൾ തോറ്റു ഓടി. ഇത് കണ്ട ഉടനെ അവിടെ നിർത്തിയിരുന്ന 50 സ്വഹാബികളും അമ്പയത്തിൽ വിദഗ്ധരായ മുഴുവൻ പേരും അവിടെ നിന്ന് താഴേക്ക് വന്നു. ഇത് മനസ്സിലാക്കിയ ശത്രുക്കൾ പിറകിലൂടെ കയറി വന്ന് വലിയ ആക്രമണം അഴിച്ചുവിട്ടു. 70 സ്വഹാബികളാണ് ഷഹീദായത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാരകമായി പരിക്കേറ്റു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രക്തബന്ധുവായ രക്തസാക്ഷികളുടെ നേതാവായ ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായി. ഷഹീദായവരുടെ ശരീരം മുഴുവൻ അവർ വികൃതമാക്കാൻ തുടങ്ങി. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിൽ ചവിട്ടി അബൂ സുഫിയാന്റെ ഭാര്യയായ ഹിന്ദ്. എന്നിട്ട് കരള് വലിച്ചെടുത്തിട്ട് അത് വായിലേക്കിട്ട് ചവച്ച് തുപ്പി. തലയിൽ നിന്ന് തലച്ചോറ് വലിച്ച് പുറത്തേക്കിട്ടു. ആ തലയോട്ടിയിൽ മദ്യമൊഴിച്ച് കുടിച്ചു ചിലർ. വലിയ വിഷമത്തോടെ, സങ്കടത്തോടെ, ദുഃഖത്തോടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന 70 പേർ ഇപ്പോൾ കൂടെയില്ല. തൻ്റെ പ്രിയപ്പെട്ട രക്തബന്ധുവായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വേർപാട്, എല്ലാ ദുഃഖങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് മദീനയിലേക്ക് തിരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എല്ലാവരും നിൽക്കൂ, എല്ലാവരും എൻ്റെ പിറകിൽ അണികളായി നിൽക്കൂ. ഞാനൊന്ന് അല്ലാഹുവിനെ വാഴ്ത്തട്ടെ. അല്ലാഹുമ്മ ലക്കൽ ഹംദ് കുല്ലുഹു. എന്നിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇവിടെ നമുക്ക് വലിയ പാഠമുണ്ട്. ഏത് വേർപാടും, ഏത് കഷ്ടനഷ്ടങ്ങളും, സങ്കടങ്ങളും, ദുഃഖങ്ങളും, പരാജയങ്ങളും, ആത്മാഭിമാനത്തിന് മുറിവേൽക്കുന്നതും, പരിഹാസങ്ങളുടെ കൂരമ്പുകൾ ഏൽക്കുന്നതും, ആ വേളയിലൊക്കെ അള്ളാഹുവിനെ സ്തുതിക്കുന്നതിൽ ഒരു വീഴ്ചയും വരുത്താൻ പാടില്ലെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നത്.